ോട് പറയുകയാണ്, സാറ് ഈ സെറ്റ് എന്ന് പറയുന്നത് ഈ സെറ്റ് അത്ര ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള അബ്ദുൾ റബ്ബ് പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, എന്റെ സെറ്റ് ശരിയല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് പരിഹാരം ഉണ്ടാക്കാം. എന്റെ സെറ്റിന് യാതൊരു കുഴപ്പമില്ല. എന്റെ സെറ്റിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ മണ്ഡലം പ്രസിഡന്റിനോട് പറഞ്ഞ് നിനക്ക് പുതിയൊരു സെറ്റ് മേടിച്ചു തരാൻ നമുക്ക് വേണ്ട ഇടപെടൽ നടത്താമെന്നാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ മറുപടി. +2 വിദ്യാഭ്യാസം കഴിഞ്ഞുകൊണ്ട് +2 അടക്കമുള്ള ഡിഗ്രി അടക്കമുള്ള കോളേജ് വിദ്യാഭ്യാസ മേഖലയിലേക്ക് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഉദ്യോഗാർത്ഥികൾക്ക് നൽകിയിരിക്കുന്ന ഒരു കോഴ്സാണ് സെറ്റ് എന്ന് പറയുന്നത്. ഈ സെറ്റ് പാസ്സാക്കാത്ത സെറ്റിന്റെ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായിട്ടുള്ള അഴിമതിയാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അഴിമതിയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതിന് പകരം കേവലം സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊബൈൽ ഫോണാണ് എന്ന തരത്തിലേക്ക് മാറ്റി നിർത്തപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയാണ് നമ്മുടെ കേരളം ഭരിക്കുന്നത്. ഇവിടം കൊണ്ട് തീർന്നില്ല, നിരവധിയായിട്ടുള്ള സമരമേഖലകൾ. ഞാനും നിങ്ങളുമെല്ലാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഞാനും നിങ്ങളുമെല്ലാം സ്വസ്ഥമായ രീതിയിൽ ക്യാമ്പസിലിരുന്നു കൊണ്ട് അക്കാഡമിക് ആയിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് ഞാനും നിങ്ങളുമെല്ലാം പഠിക്കുമ്പോൾ കേരളത്തിന്റെ തെരുവീതികളിൽ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ അതുപോലെ തന്നെ മുഴുവൻ ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നിലും ഒരു കൂട്ടം വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നതിനായി ഇറങ്ങിപ്പുറപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ തെരുവീതികളിലേക്ക് രക്തം കൊണ്ട് വിപ്ലവം ചെയ്യിക്കട്ടെ എന്ന് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ എഴുതുന്നതിന് ഫലമായിട്ടാണ് അക്കാഡമിക്കായിട്ട് നമ്മുടെ കലാലയങ്ങളിൽ ഇരുന്നു കൊണ്ട് സ്വസ്ഥമായിട്ട് വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള അവസരം നമുക്ക് ലഭിക്കുന്നത് എന്ന് ഞാനും നിങ്ങളുമെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. ഇവിടം കൊണ്ട് തീർന്നില്ല. 1975 എന്ന് പറയുന്നത് കേരളത്തിലെ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടം. അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന് പറഞ്ഞുകൊണ്ട് 19 വയസ്സുകാരനായിട്ടുള്ള മുഹമ്മദ് മുസ്തഫ കേരളത്തിന്റെ ക്യാമ്പസുകളിലേക്ക് കടന്നു വരികയാണ്. കേരളത്തിന്റെ ക്യാമ്പസുകളിലേക്ക് മുഹമ്മദ് മുസ്തഫ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ പോലീസുകാർ കേവലം 19 വയസ്സുകാരനായിട്ടുള്ള മുഹമ്മദ് മുസ്തഫയെ ജയിലിലടച്ചു. മുഹമ്മദ് മുസ്തഫയെ കാണുന്നതിന് വേണ്ടി മുഹമ്മദ് മുസ്തഫയുടെ ഉമ്മയും അനുജത്തിയും കടന്നു വരികയാണ്. പോലീസുകാരൻ മുഹമ്മദ് മുസ്തഫയോട് പറഞ്ഞു, നിന്റെ കരളിന്റെ കരളായ നിന്റെ ഉമ്മയെ നിനക്ക് കാണണ്ടേ, നിന്റെ കുഞ്ഞനുജത്തിയെ നിനക്ക് കാണണ്ടേ, SFIയിൽ നിന്ന് വിടവാങ്ങുകയാണെന്ന് കേവലം ഒരു വെള്ളക്കടലാസിൽ എഴുതി തന്നാൽ നിരുപാധികം നിന്നെ വിട്ടയക്കാമെന്ന് പറഞ്ഞു. നിരുപാധികം നിന്നെ വിട്ടയക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുഹമ്മദ് മുസ്തഫ പറഞ്ഞ മറുപടിയുണ്ട്. മുഹമ്മദ് മുസ്തഫ പറഞ്ഞത് മറ്റൊന്നുമല്ല, ഒരു മിനിറ്റ് ആലോചിച്ചു. എന്റെ കരളിന്റെ കരളായ എന്റെ ഉമ്മയെ എനിക്ക് കാണണം, എന്റെ കുഞ്ഞനുജത്തിയെ എനിക്ക് കാണണം. എന്നിരുന്നാൽ തന്നെ SFIയിൽ നിന്ന് വിടവാങ്ങുന്നതിനേക്കാൾ എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ വിടവാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അടിയന്തരാവസ്ഥയുടെ കറുത്ത കാലഘട്ടത്തെ ചെറുത്തു തോൽപ്പിച്ച രക്തനക്ഷത്രമായി മാറിയ മുഹമ്മദ് മുസ്തഫയുടെ പ്രസ്ഥാനമാണ് SFI എന്ന് പറയുന്നത്. ഇന്ന് കേരളത്തിൽ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിൽ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ഈ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വിദ്യാർത്ഥി പക്ഷത്ത് നിന്നുകൊണ്ട് സമരം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തയ്യാറായിട്ടുള്ള ഏക വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനം SFI ആണ്. ഇന്ന് കേരളത്തിൽ പത്രമാധ്യമങ്ങളെല്ലാം തന്നെ SFI അക്രമകാരികളെന്നാണ് ചുട്ടികുത്തുന്നത്. SFIക്കാരെ അക്രമകാരികളെന്ന് ചുട്ടികുത്തുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് മനോരമയടക്കം മാതൃഭൂമിയടക്കമുള്ള പത്രമാധ്യമങ്ങളിലൂടെ വരുന്ന ഒരു വാർത്ത പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അവസാനിപ്പിക്കാം. ഒരു പേപ്പട്ടി ഒരു പിഞ്ചു ബാലികയെ കടിക്കാൻ വേണ്ടി എത്തിച്ചു കഴിഞ്ഞാൽ, ഒരു SFIക്കാരൻ ആ പേപ്പട്ടിയെ കല്ലെറിഞ്ഞോടിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തെ മനോരമയടക്കമുള്ള മാതൃഭൂമിയടക്കമുള്ള മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത എന്ന് പറയുന്നത് SFIക്കാരൻ വളർത്തുനായെ കല്ലെറിഞ്ഞ് കൊലപ്പെടുത്തി. എന്നാൽ ഈ SFIക്കാരൻ ഈ പിഞ്ചു ബാലികയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസത്തെ പത്രത്തിൽ വരുന്നത് ഈ പിഞ്ചു ബാലികയെ പേപ്പട്ടി എത്തിച്ചു കഴിഞ്ഞപ്പോൾ SFIക്കാരന്റെ മനസാക്ഷി മരവിപ്പിച്ചുകൊണ്ട് ഒരു പിഞ്ചു ബാലികയെ പട്ടി കടിക്കുന്നത് SFIക്കാരൻ നോക്കി നിന്നു. ഇങ്ങനെ സമൂഹത്തിലെ ഏതെല്ലാം തരത്തിലുള്ള മേഖലകളിൽ എന്തെല്ലാം തരത്തിലുള്ള അരാജകത്വ പ്രവണത ഉണ്ടായി കഴിയുമ്പോൾ അതിനെതിരെ നമ്മൾ ശബ്ദമുയർത്തി കഴിയുമ്പോൾ നമ്മളെ അടിച്ചമർത്തുന്നതിനാണ് ഒരു കൂട്ടം ആളുകൾ ശ്രമിക്കുന്നത്. ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ കേരളത്തിന്റെ കലാലയങ്ങളിൽ വിദ്യാർത്ഥികളുടെ മനസാക്ഷി ശക്തമായ ഭാഷയിലേക്ക് ഉയർന്നു വരണം. അതിന്റെ ഒരു സൂചനയായിട്ടായിരിക്കണം ഇന്ന് HM ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നമ്മുടെ സുപ്രപതാക ഉയർന്നു കഴിയുമ്പോൾ ഈ സുപ്രപതാകയുടെ കീഴിൽ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നീതിയുടെയും ന്യായത്തിന്റെയും കീഴിൽ നിന്നുകൊണ്ട് സമഭാവനയോടെ, തുല്യതയോടെ, സമരതീക്ഷ്ണതയോടെ ഈ കലാലയങ്ങളിൽ SFIയുടെ ചെങ്കൊടി, കൊടിക്കൂറ ഉയർന്നു പാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ സഖാക്കളെയും SFIയുടെ കേരള സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. സഖാക്കളെ ലാൽ സലാം. İnkılap zindabad. İnkılap zindabad. SFI zindabad. Swadhantrayam Janadhipatyam. Janadhipatyam socialism. Janadhipatyam socialism. Socialism zindabad.
സോഷ്യലിസം സിന്ദാബാദ്. പാർവതാക വടക്ക് പതാകെ. വെള്ളക്കൊടി പാറട്ടെ. പാർവതാക വടക്ക് പതാകെ. പാർവതാക വടക്ക് പതാകെ. വാനിലുയർന്ന് വടക്ക് പതാകെ. വാനിലുയർന്ന് പറക്കുമ്പോൾ ഞങ്ങളെയാകെ നയിക്കുപതാകെ. വെള്ളക്കൊടിയുടെ നക്ഷത്രം.